നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പല കുട്ടികൾക്കും പലതരം ഹോബികൾ ഉണ്ടാവുമല്ലോ. അപ്പൊ നിങ്ങളുടെ ഹോബിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മാസം ഒരു ചെറിയ പോക്കറ്റ് മണി സമ്പാദിക്കാൻ സാധിച്ചാൽ അത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ കാര്യമാണല്ലോ. അങ്ങനെയുള്ള ഒരു ഹോബിയിൽ നിന്നൊരു സ്കോളർഷിപ്പ് ലഭിക്കുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഇത് വേറൊന്നുമല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് നൽകുന്ന ഫിലാറ്റലിയില്, അതായത് സ്റ്റാമ്പ് കളക്ഷനിൽ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്കോളർഷിപ്പ് സ്കീമാണ്. ഇതിൽ നിങ്ങൾക്ക് ഓരോ മാസവും 500 രൂപ വീതമാണ് നിങ്ങൾക്ക് പോക്കറ്റ് മണി എന്ന നിലയിൽ സ്കോളർഷിപ്പ് ആയിട്ട് ലഭിക്കുക. ഇത് ഈ ഫിലാറ്റലി ചെയ്യുന്ന സ്റ്റുഡൻസിനിടയ്ക്ക് അവർക്ക് കൂടുതൽ ഫിലാറ്റലിയെ കുറിച്ച് കൂടുതൽ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാക്കാനും സ്റ്റാമ്പ്സിനെ കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്യാനായിട്ട് കുട്ടികളെ പ്രേരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ് ഈ സ്കോളർഷിപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന്റെ പേരാണ് ദീൻ ദയാൽ സ്പർശ് യോജന എന്നുള്ളത്. ഇതിന് ആർക്കൊക്കെയാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുക, എത്രയാണ് ഇതിന്റെ സ്കോളർഷിപ്പ് എമൗണ്ട്, ഇതിന്റെ അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്താണ് എന്നുള്ളതെല്ലാം നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാം. അപ്പൊ ആദ്യം തന്നെ പറയാം, ഇതില് എലിജിബിലിറ്റി ക്രൈറ്റീരിയ പറയുന്നത് സ്കൂളിലെ സ്റ്റുഡൻസിനാണ്. 6th തുടങ്ങി 9th വരെ പഠിക്കുന്ന സ്റ്റുഡൻസിനാണ്. അത് നല്ല അക്കാഡമിക് റെക്കോർഡിനോടൊപ്പം സ്റ്റാമ്പ് കളക്ഷൻ ഒരു ഹോബി ആയിട്ട് കൊണ്ടു നടക്കുന്ന സ്റ്റുഡൻസിനുള്ളതാണ്. ഈ ഗുഡ് അക്കാഡമിക് റെക്കോർഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ അവര് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത് മിനിമം 60% മാർക്കെങ്കിലും പ്രീവിയസ് ഇയർ എൻഡിങ് എക്സാമിനേഷന് നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്റ്റുഡന്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇന്ത്യയിലെ ഏത് സ്കൂളിലും 6th തുടങ്ങി 9th വരെ പഠിക്കുന്ന സ്റ്റുഡൻസിന് ഇത് അപ്ലൈ ചെയ്യും. ഇത് അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങളുടെ സ്കൂളിൽ ഒരു ഫിലാറ്റലി ക്ലബ്ബ് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഫിലാറ്റലി ക്ലബ്ബിൽ ഒരു മെമ്പർ ആയിരിക്കണം എന്നുള്ളതൊരു മസ്റ്റ് ആണ്. ഇനി നിങ്ങളുടെ സ്കൂളിൽ അങ്ങനെ ഒരു ക്ലബ്ബ് ഇല്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഫിലാറ്റലി ഡെപ്പോസിറ്റ് ഉണ്ടായാലും മതി. അപ്പൊ ഇത്രയൊക്കെ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്യുന്നത് ഓൺലൈനായിട്ടല്ല, ഇതിന് ഒരു ഫോം ഡൗൺലോഡ് ചെയ്തിട്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. ഇതിന്റെ സെലക്ഷൻ ക്രൈറ്റീരിയ എങ്ങനെയാണെന്ന് നോക്കാം. 2 ലെവലിലാണ് ഇതിന്റെ സെലക്ഷൻ നടക്കുന്നത്. ഫസ്റ്റ് ലെവലിൽ നിങ്ങളൊരു ക്വിസ് അറ്റൻഡ് ചെയ്യണം. ഈ ക്വിസ് റിട്ടൺ ക്വിസ് ആണ്. ഇതിൽ ഓരോ റൈറ്റ് ആൻസറിന് നിങ്ങൾക്ക് 1 മാർക്ക് വീതം ലഭിക്കും. നെഗറ്റീവ് മാർക്കിംഗ് ഇല്ല. എക്സാമിന്റെ ഡ്യൂറേഷൻ 1 hour ആണ്. ഓരോ സ്റ്റുഡന്റും അവരുടെ പിയർ ഗ്രൂപ്പിലുള്ള സ്റ്റുഡൻസുമായിട്ടായിരിക്കും കോമ്പീറ്റ് ചെയ്യേണ്ടത്. അതായത് 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന കുട്ടികൾ 6th കുട്ടികളായിട്ടായിരിക്കും കോമ്പീറ്റ് ചെയ്യുക. 9th ആണെങ്കിൽ അങ്ങനെ. അപ്പൊ നമുക്ക് ഇതിന്റെ സിലബസ് ഒന്ന് ആദ്യം നോക്കാം. ആദ്യത്തെ ടോപ്പിക് ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് ആണ്. ഇതില് തന്നെ 5 ഹെഡ്സിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരും. അതിൽ ആദ്യത്തേത് കറണ്ട് അഫയേഴ്സ് ആണ്. അതിൽ നിന്ന് 5 മാർക്കിലുള്ള ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തേത് ഹിസ്റ്ററി, അതിൽ നിന്നും 5 മാർക്ക്. മൂന്നാമത്തേത് ജോഗ്രഫി, അതിൽ നിന്നും 5 മാർക്ക്. നാലാമത്തേത് സയൻസ്, 5 മാർക്ക്. അടുത്തതാണ് സ്പോർട്സ്, കൾച്ചർ അല്ലെങ്കിൽ പേഴ്സണാലിറ്റീസ്. ഇതിൽ നിന്നും 5 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഈ ഫസ്റ്റ് ലെവൽ തന്നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് പാർട്ടാണ് ഞാൻ പറഞ്ഞത്. സെക്കൻഡ് പാർട്ട് വരുന്നത് ഫിലാറ്റലി ബേസ്ഡ് ഉള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അതായത് ലോക്കൽ ഫിലാറ്റലി, അതിൽ നിന്ന് 10 ക്വസ്റ്റ്യൻസ്. സെക്കൻഡ് നാഷണൽ ഫിലാറ്റലി, അതിൽ നിന്ന് 15 ക്വസ്റ്റ്യൻസ്. അങ്ങനെ ടോട്ടൽ 50 ക്വസ്റ്റ്യൻസ് ആണ് ഫസ്റ്റ് ലെവലിൽ ചോദിക്കുക. ഈ ഫസ്റ്റ് ലെവലിൽ പാസ്സാവുന്ന സ്റ്റുഡൻസിനെയാണ് ഇവർ സെക്കൻഡ് ലെവലിലേക്ക് കൺസിഡർ ചെയ്യുക. അത് ഓരോ സ്റ്റാൻഡേർഡിൽ നിന്ന് 40 വീതം കുട്ടികളെയാണ് സെക്കൻഡ് ലെവലിലേക്ക് സെലക്ട് ചെയ്യുക. അതായത് ഇപ്പൊ 6th നിന്ന് 40 കുട്ടികളെ, 7th നിന്ന് 40 സ്റ്റുഡൻസ്, അങ്ങനെ ഇവർ കൺസിഡർ ചെയ്യും. സെക്കൻഡ് ലെവലുള്ളത് ഒരു പ്രോജക്റ്റ് ആണ്, അതായത് ഫിലാറ്റലി പ്രോജക്റ്റ്. ഇത് നിങ്ങൾ 500 വേർഡ്സിൽ എഴുതി കൊടുക്കേണ്ട ഒരു പ്രോജക്റ്റ് ആണ്. അതായത് അറൌണ്ട് 4 to 5 pages ആണ് നിങ്ങൾ ഇതിൽ എഴുതേണ്ടത്. ഇതിൽ നിങ്ങൾ സ്റ്റാമ്പ്സ് എല്ലാം ഒട്ടിക്കുന്നുണ്ടെങ്കിൽ റിയൽ സ്റ്റാമ്പ്സ് ആവാം, അതല്ലെങ്കിൽ സ്റ്റാമ്പിന്റെ ഇമേജ് ആവാം. അത് മാക്സിമം അലോ ചെയ്തിരിക്കുന്നത് 16 സ്റ്റാമ്പ്സ് ആണ്. അപ്പൊ ഇതിന്റെ സ്കോളർഷിപ്പ് നിങ്ങൾ അവൈൽ ചെയ്യണമെങ്കിൽ ലെവൽ 1ലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോം നിങ്ങൾ ഈ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അതായത് ഈ ഇന്ത്യ പോസ്റ്റിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ഇതിന്റെ ആപ്ലിക്കേഷൻ ലഭിക്കും. വെബ് അഡ്രസ്സ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. indiapost.gov.in എന്നുള്ളതാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഫോം ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ബോൾ പോയിന്റ് പെൻ വെച്ചിട്ട് ഇത് ഫില്ല് ചെയ്യുക. ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ ഫോം. ദീൻ ദയാൽ സ്പർശ് യോജന 2025-26 ലെവൽ 1. അതായത് ഈ ക്വിസ് പ്രോഗ്രാമിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫോമാണിത്. ഇതിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആദ്യം ഇതിന്റെ ഇൻസ്ട്രക്ഷൻസ് ഒന്ന് നോക്കാം. അതായത് ഇൻസ്ട്രക്ഷൻസിൽ പറയണത് നിങ്ങൾ ബ്ലൂ ഓർ ബ്ലാക്ക് ബോൾ പോയിന്റ് പെൻ വെച്ചിട്ട് ക്യാപിറ്റൽ ലെറ്ററിൽ ഇത് ഫില്ല് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. കൂടാതെ നിങ്ങളുടെ 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് വേണം. അത് കളർ ആയിരിക്കണം. ഒന്ന് ഇതിൽ നിങ്ങൾ ഫിക്സ് ചെയ്യണം. രണ്ടാമത്തെ നിങ്ങൾ ഹോൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് അതിൽ വെക്കേണ്ടതാണ്. പിന്നെ പറയുന്നത് നിങ്ങളുടെ
ഇമെയിൽ ഐ ഡി ഫോൺ നമ്പർ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ കൊടുക്കണം. അത് പാരൻറ്റിൻ്റെ കൊടുത്താലും മതി, കുട്ടിക്കില്ല എങ്കിൽ. പിന്നെ ഇതിന് ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 38/2025 ആണെന്ന് പറയുന്നുണ്ട്. ഇത് രജിസ്റ്റേർഡ് പോസ്റ്റോ അല്ലെങ്കിൽ സ്പീഡ് പോസ്റ്റോ വഴി ആയിരിക്കണം നിങ്ങളിത് അയക്കേണ്ടത്. ഓർഡിനറി പോസ്റ്റോ അല്ലെങ്കിൽ ബൈ ഹാൻഡോ അല്ലെങ്കിൽ പ്രൈവറ്റ് കൊറിയറോ ആണെങ്കിൽ അവർ സമ്മതിക്കില്ല. പിന്നെ ആപ്ലിക്കേഷൻ നിങ്ങൾ അയക്കണ എൻവലപ്പിന്റെ പുറത്ത് നിങ്ങൾ ആപ്ലിക്കേഷൻ ഫോർ ലെവൽ 1 സ്പർശ് ക്വിസ് കോമ്പറ്റീഷൻ എന്ന് പുറത്ത് എഴുതിയിരിക്കണം. ഈ ആപ്ലിക്കേഷൻ അഡ്രസ്സ് ചെയ്യേണ്ടത് നിങ്ങളുടെ സ്കൂളിന്റെ പോസ്റ്റൽ ഡിവിഷൻ എവിടെയാണോ അവിടുത്തെ സീനിയർ സൂപ്രണ്ടന്റ് ഓഫ് പോസ്റ്റ് ഓഫീസിനോ അതല്ലെങ്കിൽ സൂപ്രണ്ടന്റ് ഓഫ് പോസ്റ്റ് ഓഫീസിനോ ആണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ വീടിന്റെ അല്ല, നിങ്ങളുടെ സ്കൂളിന്റെ പോസ്റ്റൽ ഡിവിഷൻ എവിടെയാണോ അവിടെയാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്കത് അറിയില്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ ചെന്ന് ചോദിച്ചാൽ അവർ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. പിന്നെ നമുക്ക് ഫോം ഒന്ന് നോക്കാം. ഫോം ഫില്ല് ചെയ്യേണ്ട കാര്യങ്ങൾ അതിൽ ഫസ്റ്റ് കോളത്തിലുള്ളത് ഓഫീസ് യൂസിനുള്ളതാണ്. അത് നിങ്ങളൊന്നും ചെയ്യേണ്ട. റൈറ്റ് സൈഡിലാണ് നിങ്ങൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ഫിക്സ് ചെയ്യേണ്ടത്. പിന്നെ വേണ്ട നിങ്ങളുടെ സ്റ്റുഡൻറ്റിൻ്റെ പേര്, അങ്ങനെ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ് മാത്രം ഇവിടെ കൊടുത്താൽ മതി. ഇതിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരും കൊടുക്കാനുണ്ട്, നിങ്ങളുടെ റെസിഡൻഷ്യൽ അഡ്രസ്സും കൊടുക്കാനുണ്ട്. ഇതെല്ലാം ശേഷം നിങ്ങൾ ഇത് സിഗ്നേച്ചർ ഓഫ് ദി സ്റ്റുഡൻറ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾ സൈൻ ചെയ്യണം. അതുകൂടാതെ നിങ്ങളുടെ പ്രിൻസിപ്പൾ അതല്ലെങ്കിൽ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സിഗ്നേച്ചറും വേണം, സീലും വേണം, ഡേറ്റും വേണം. അതായത് അവരത് വെരിഫൈ ചെയ്യും നിങ്ങൾ ലാസ്റ്റ് ആനുവൽ എക്സാമിനേഷന് 60% മാർക്ക് ലഭിച്ചൊരു കുട്ടിയാണെന്ന്, അതല്ലെങ്കിൽ SC/ST കാറ്റഗറി ആണെങ്കിൽ 55% മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് വെരിഫൈ ചെയ്തിട്ട് അവർ സൈൻ ചെയ്ത് തരും. അപ്പം ഇത്രയേ ഉള്ളൂ ഈ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പം എല്ലാവരും തന്നെ 30-ാം തീയതിക്കുള്ളിൽ ഇത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ എഴുതി ചോദിക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ അടുത്ത എഡ്യൂക്കേഷണൽ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. Until then, bye from Team Amazing Academies.